അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തുടങ്ങുന്നു. ആദ്യം ഏതൊക്കെ ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചോദിച്ചത് എന്നുള്ളതാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗം അതാത് MLA മാർക്ക് നിങ്ങൾ ഇട്ട മാർക്കാണ്. പല ചോദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു MLA മാർക്ക് നിശ്ചയിച്ചത്. ഇതാ MLAക്ക് മാർക്ക് എത്ര എന്നതായിരുന്നു ചോദ്യം. 10 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ നമ്മൾ ഉപയോഗിച്ചു. മൊത്തം 10ലാണ് സ്കോർ. അത് നമ്മൾ 100ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ മണ്ഡലത്തിലെയും MLA-മാരുടെ മാർക്ക് എത്രയാണ് എന്നുള്ളതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നിയമസഭയിലെ പ്രകടനം, വികസന പ്രവർത്തനങ്ങൾ, ഫണ്ട് വിനിയോഗം, വാഗ്ദാനങ്ങൾ നിറവേറ്റൽ, ജനകീയത. ഇത് പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ സാന്നിധ്യം, മണ്ഡലത്തിൽ കറങ്ങാതെ, മണ്ഡലത്തിലെത്താതെ അപ്പുറത്ത് നിന്ന് സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രതികരിക്കുന്നവരെ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യം കൂടി. MLA ഓഫീസിന്റെ പ്രവർത്തനം, സുതാര്യത, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഇടപെടൽ, രാഷ്ട്രീയ നിലപാട്. ഈ 10 മാനദണ്ഡങ്ങൾ കൊണ്ടാണ് ഒരു MLA-യുടെ മാർക്ക് നിശ്ചയിക്കുക. 10-ലെത്ര ഇതിൽ ഓരോന്നും നമുക്കിപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കില്ല. മാർക്കിലേക്ക് എത്തുമ്പോൾ 100ലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്, ഷഫീഖ്, ഈ 10 ചോദ്യങ്ങളുടെയും സ്പ്ലിറ്റപ്പ് നമ്മൾ കൊടുക്കില്ല. ഇതിന്റെ സമഗ്ര മാർക്കല്ലേ നമ്മൾ കൊടുക്കുക. ടോട്ടൽ പെർസെന്റേജ് ആണ് നമ്മൾ കാണിക്കുന്നത്. ടോട്ടൽ മാർക്കാണ് കാണിക്കുക. ഔട്ട് ഓഫ് 100 എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുക. ഇതിൽ നെഗറ്റീവിന് വോട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഒരു MLA ഇഷ്ടമല്ല, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊന്നും അല്ലെങ്കിൽ അതനുസരിച്ച് കുറയും. അതെ, ഇപ്പൊ അയാളുടെ നിയമസഭാ മണ്ഡലത്തിൽ അയാളെ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ 0 കൊടുക്കാം. അപ്പൊ 0 കൊടുക്കുമ്പോൾ മൊത്തം സ്കോറിനെ അത് ബാധിക്കും. കാര്യം ആകെ 100 മാർക്കേ ഉള്ളൂ. ആ 100 മാർക്കിൽ 0 കിട്ടുമ്പോൾ സ്വാഭാവികമായി ആ കമ്പോണന്റിന്റെ മാർക്ക് നഷ്ടപ്പെടുകയാണ് അവിടെ. കാണാനില്ല എന്ന് പരാതി കൊടുത്ത MLA-മാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഉണ്ട്. അപ്പോൾ ആരോപണങ്ങൾ നേരിട്ട MLA-മാരും ഉണ്ട്. അല്ലേ? ആ MLA-മാരുടെ മാർക്ക് എത്രയാണ്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ റിസൾട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് റാങ്ക് ആയിട്ടും സ്കോർ ആയിട്ടുമാണ്. എത്രാമത്തെ റാങ്കാണ് ഓരോ MLA-ക്കും കിട്ടിയത്, എത്ര മാർക്കാണ് ഓരോ MLA-ക്കും കിട്ടിയത്, അതുവഴി MLA-മാർക്ക് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ജനറൽ, ഇതൊഴിച്ചു നിർത്തിയാൽ 6 ജനറൽ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വോട്ടിനെ സ്വാധീനിക്കുന്ന സുപ്രധാനമായ വിഷയം ഏതാണ് എന്നുള്ളതായിരുന്നു. വോട്ടിനെ സ്വാധീനിക്കുന്ന സുപ്രധാനമായ വിഷയം ഏതാണ് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. പ്രധാനമായിട്ടും നമ്മൾ കൊടുത്ത ഓപ്ഷനുകൾ ഇവയാണ്. പ്രേക്ഷകർക്ക് കാണാം. വികസനം ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനായി കൊടുത്തു. ക്ഷേമ പെൻഷൻ, ശബരിമല സ്വർണ്ണക്കൊള്ള, വർഗീയ പരാമർശങ്ങൾ, ഒപ്പം തന്നെ അഴിമതി, പോലീസ് നടപടികൾ, വന്യജീവി പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥികളുടെ മികവ്, ലൈംഗിക ആരോപണങ്ങൾ, ഇവയെല്ലാം പ്രധാനപ്പെട്ട. മറ്റെന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേതാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതും അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അടുത്ത ജനറൽ ക്വസ്റ്റ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ശ്രുതി. വളരെ മികച്ചത്, ശരാശരി, മോശം, വളരെ മോശം, ഏത് വേണമെങ്കിലും രേഖപ്പെടുത്താം. എത്ര രേഖപ്പെടുത്തി എന്നുള്ള കൗതുകം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എങ്ങനെ എന്നുള്ള വിലയിരുത്തലാണ്. അതിനെത്ര ആണ് വളരെ മികച്ചത്? കേരളത്തിലെ 16 ലക്ഷം ആൾക്കാർ വിധി എഴുതിയതാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എത്രയുണ്ടെന്നുള്ളത്. അതെ, മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് ആന്റി ഇൻകുംബൻസി മുഖ്യമന്ത്രിയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ബാക്കിയുള്ള മന്ത്രിമാരെ തവണയും ലീഡ് ചെയ്യാൻ പിണറായി വിജയനെ LDF ഏൽപ്പിച്ച സമയത്ത് CPM തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സമയമാണ്. LDF തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമാണ്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എങ്ങനെ എന്നുള്ളത് 5 പ്രധാനപ്പെട്ട കാറ്റഗറികളിലായി നമ്മൾ നോക്കുന്നു. അടുത്തത്, മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം അവിടെ വളരെ മികച്ചത്, ശരാശരി, മോശം, വളരെ മോശം. ഇതും പ്രധാനമാണ്. പ്രതിപക്ഷ നേതാവിനെ എങ്ങനെ വിലയിരുത്തുന്നു? പ്രതിപക്ഷ നേതാവ് പ്രതികരണങ്ങൾ നടത്തി പോവുകയാണോ, സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തോ, അല്ലെങ്കിൽ എന്ത് ആശയമാണ്, എന്ത് ബദലാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ പറയുന്നതിൽ വസ്തുതയില്ല. അതാണല്ലോ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിമർശനം. ഇതെല്ലാം അതിൽ പ്രതിഫലിക്കും. ഭരണപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതും 5 പോയിന്റ് സ്കെയിലിലാണ് പ്രേക്ഷകരിലേക്ക് അതിന്റെ റിസൾട്ട് വരുന്നത്. 5 പ്രധാനപ്പെട്ട സ്കെയിലുകളിൽ പ്രേക്ഷകർക്കറിയാം പ്രതിപക്ഷ നേതാവിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, മധു. ഏറ്റവും പ്രധാനപ്പെട്ടത് മികച്ച മന്ത്രി ആര് എന്നൊരു ചോദ്യം കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ വെച്ചിരുന്നു. അതിൽ എല്ലാ മന്ത്രിമാരുടെയും പേര് കൃത്യമായി നമ്മൾ വെച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച മന്ത്രി ആര് എന്നത് സംബന്ധിച്ച് പ്രേക്ഷകർക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ചോദ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് വയനാട് വിഷയമൊക്കെ ഉള്ള സമയത്ത് ആർക്കായിരിക്കും അനുകൂലമായി ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് എന്നറിയാൻ നമുക്കൊക്കെ വ്യക്തിപരമായ കൗതുകമുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ കെ രാജനാണോ? പേരവിടെ കണ്ടുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി
കൂടിയുണ്ട്, അതുകൂടി നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു പോകണം. ഇത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപാണ്. പക്ഷെ അത് സ്വാധീനിച്ചിട്ടില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദമായ ചില വിഷയങ്ങൾ ഉരുത്തിരിയുന്നതിന് മുമ്പാണ് ഈ തലേ ദിവസം വരെ വരും അല്ലേ? ഷഫീഖ് ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണ്. അതായത് KP ഗണേഷ് കുമാറിനെ മികച്ച മന്ത്രിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിവാദം അതിൽ പ്രതിഫലിച്ചിട്ടില്ല. കറക്റ്റ് അല്ലേ? പക്ഷെ ഗണേഷ് കുമാറിന് തന്നെ അവകാശവാദം ഞാൻ അതല്ല KP ഗണേഷ് കുമാർ, ഇതാണ് KP ഗണേഷ് കുമാർ എന്നാണ് മണ്ഡലത്തിലെയും മന്ത്രിയായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നോക്കാം ആരാണ് KP ഗണേഷ് കുമാർ ആകുമോ, മിനിസ്റ്റർ K രാജനാകുമോ, അതല്ല ഇരുന്നല്ല ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ശിവൻകുട്ടി അണ്ണനാവോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ലെറ്റ്സ് സീ മികച്ച മന്ത്രി ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നതാണ് ചോദ്യം. അടുത്ത മുഖ്യമന്ത്രി കേരളം വിധി പറയാൻ പോകുന്ന ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. രാഷ്ട്രീയ നേതാക്കളെ ഏറ്റവും ഉറ്റുനോക്കുന്ന ചോദ്യം അതായിരിക്കും. അടുത്ത മുഖ്യമന്ത്രി ആരാകണം? അതിൽ എത്ര പേര്, ഏതൊക്കെ പേരുകൾ വന്നു എന്നതും പ്രധാനമാണ്. 16 ലക്ഷം വോട്ടർമാർ പങ്കെടുത്ത സർവേയിൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം? ഇത് LDF-ിനേക്കാൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കാൻ പോകുന്നത് UDF-ിലായിരിക്കും അല്ലെ, കോൺഗ്രസിലായിരിക്കും. LDF-ിൽ ഒരാൾ തന്നെ അടുത്ത സർക്കാർ ഞങ്ങളുടേതെന്ന് UDF ഉറപ്പിച്ചു പറയുമ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിൽ കുപ്പായം തേച്ച കുറെ പേരുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ് എന്ന് അവർ തന്നെ തുറന്ന് സമ്മതിച്ചു. ധാരാളിത്തം. ഷഫീഖ്, നമ്മൾ അതിന് സാധാരണ ഇതിൽ ഇതിന്റെ മെത്തഡോളജിയിൽ ഒരു കുഴപ്പമുണ്ടാവുന്നത് ചില പാർട്ടികളിൽ 3 ഇടും, ചില പാർട്ടികളിൽ 2 ഇടും. നമ്മൾ എല്ലാ പാർട്ടികൾക്കും 4 പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓരോ മുന്നണിയിൽ നിന്നും 4 പേരെ വീതം. ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര പെർസെന്റേജ് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഏത് മുന്നണിക്ക് അനുകൂലമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സർവേ പ്രകാരം വേണമെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമാവാം. പേരുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോകണം. പേരുകൾ 4 പേരുടെ പേര്, ഓരോ പേരും നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. LDF-ിലും UDF-ിലും. UDF-ിൽ നിന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ശശി തരൂരിനെ കൂടെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. LDF-ിൽ നിന്ന് പിണറായി വിജയൻ, MV ഗോവിന്ദൻ, KK ശൈലജ, P രാജീവ്. അതെ. BJP-യിൽ നിന്നാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ, K സുരേന്ദ്രൻ, സുരേഷ് ഗോപി, ശോഭ സുരേന്ദ്രൻ. 4 പേരുകൾ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. ജനങ്ങൾ ആരെ തെരഞ്ഞെടുത്തു എന്നറിയാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കും.